ഭദ്രതയ്ക്കും വ്യക്തിയുടെ ആത്മസാക്ഷാത്കാരത്തിനുമുള്ള ആഹ്വാനമാണ് ഭഗവത്ഗീത. ജീവിതത്തിൽ ഏത് തരത്തിലുള്ളവരെയും അവരുടെ തലത്തിൽ നിന്ന് ഉദ്ധരിക്കാനുള്ള മാർഗം ഗീത ഉപദേശിക്കുന്നു. ഗോപികാനാഥനായി, ദ്വാരകാനാഥനായി, പാണ്ഡവരുടെ ദൂതനായി, തേരാളിയായി, അങ്ങനെ അനേക വിഭിന്ന വേഷങ്ങൾ ഭഗവാൻ ആടിത്തീർത്തു. ജീവിതത്തെ അതിൻ്റെ സമഗ്രതയിൽ ആസ്വദിക്കാനും അത് ലോകോപകാരപ്രദമാക്കാനും അതേസമയം ഒന്നിനുള്ള ഒട്ടലില്ലാതെ നിലകൊള്ളാനും ഭഗവാന് കഴിഞ്ഞു. സംഘമില്ലാതെ കർമ്മം ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും കർമ്മങ്ങളും കൃഷ്ണലീലയായി എല്ലാവരെയും ആകർഷിച്ചത്. ലീല എന്നാൽ കളി, വിനോദം എന്നൊക്കെയാണ് ലളിതമായ അർത്ഥം. ചെയ്യുന്ന കർമ്മത്തോട് മമതയുള്ളവർക്ക് കർമ്മത്തിന് രസം അനുഭവിക്കാൻ സാധിക്കില്ല. എന്നാൽ സംഘരഹിതമായി, അതായത് ബന്ധമില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൻ്റെ രസം പൂർണ്ണമായി അനുഭവിക്കുകയും ചെയ്യാം. അതേസമയം കർമ്മം നമ്മളെ ബന്ധിക്കുകയില്ല. ഒരു മമത വെച്ച് കർമ്മം ചെയ്യുമ്പം നമ്മളെന്തിനും ഫലം ഇച്ഛിക്കുന്നുണ്ട്. ഫലം ഇച്ഛിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഫലം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ദുഃഖമായി. അപ്പോൾ സംഘമില്ലാതെ ചെയ്യുമ്പം അത് ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നതുകൊണ്ടാണ്. സംഘത്തോട് ചെയ്യുമ്പോൾ ഈ ദുഃഖം വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തളരാം എന്നുള്ള അർത്ഥമാണ്. നമ്മൾ കർമ്മം ചെയ്യണം, ഒരാളെ സ്നേഹിക്കുക, വിശ്വസ്തത വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, ഇത് പ്രതീക്ഷ ചെയ്യുമ്പോൾ അത് കിട്ടിയെന്ന് വരത്തില്ല എന്നുള്ളൊരു തത്വമാണ്. അതല്ലേ അമ്മ എപ്പോഴും പറയുമല്ലോ, നമ്മൾ വിത്തിട്ട് വളമിടാം, വളമിടാം, എല്ലാ ജോലിയും ചെയ്യണം. പക്ഷെ ഫലം വരുമ്പോഴേക്ക് വരമായി മഴ വരുന്നത്. ഇത് രണ്ടും വരാം. ആഗ്രഹം ഒരിക്കലും തെറ്റല്ല. വളമുണ്ടാക്കണമെന്ന് ആഗ്രഹം തെറ്റല്ല, പഠിക്കണമെന്നുള്ള ആഗ്രഹം തെറ്റല്ല, ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹം തെറ്റല്ല. പക്ഷേ ഇൻ്റർവ്യൂ കിട്ടാതിരിക്കാം, ജയിക്കാതിരിക്കാം. നമ്മൾ പഠിക്കണം, സത്യത്തോടെ പഠിക്കുക, പോവുക, തോറ്റാൽ പിന്നെയും ശ്രമിച്ച് പഠിക്കുക. അല്ല കൂടി കിട്ടിയില്ലേ പോയി ആത്മഹത്യ ചെയ്യും. കൃഷ്ണ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടും അങ്ങനെ നേരിട്ട് പോയി. അതുപോലൊരു ജീവിതം, ആ ജീവിതത്തെ നമ്മൾ അംഗീകരിക്കുക. നല്ല സുഹൃത്തിനെ കൂട്ടുകൂടുക, നമുക്ക് മനഃശക്തി തരുന്നൊരു സുഹൃത്തിനെ കൂട്ടുകൂടുക. ഒരമ്മ കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടല്ലേ കുഞ്ഞിനും ഒരു സുരക്ഷിതമുണ്ട്. രാവതിനെ കണ്ട് പേടിക്കുന്നില്ല, അത് പിടിച്ചുകൊണ്ട് പോകുന്ന ഭയമില്ല, മറ്റുള്ളവർ അമ്മേനെ രക്ഷിക്കും. അതേപോലെ സുരക്ഷിതം സദ്ഗുരുവിനോട് നമുക്ക് അർപ്പണം വരുമ്പോൾ ഉണ്ടാകും. കാട്ടത്തി വൈരം കടന്നലെടുക്കും. കാട്ടത്തി വൈരം കടന്നലെടുക്കുന്ന എന്താ? വൈരത്തിൻ്റെ വിലയാണ്. അത് ആത്മീയത എന്ന് പറഞ്ഞാൽ മൂല്യമുള്ളത് തന്നെയാണ്, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. ആ തത്വം രക്തം തന്നെയാണ്, ഒരിക്കലും നശിക്കാത്ത രക്തമാണ്.